ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതി. സംവരണത്തിന് പകരം മെറിറ്റ് ആയിരിക്കണം മാനദണ്ഡമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ദേശീയ താൽപര്യം മുൻനിർത്തിയാകണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീരുമാനം കൈക്കൊള്ളേണ്ടതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. എന്നാൽ സംവരണ വിഷയത്തിൽ തൊട്ടുകളിക്കുന്നത് തീക്കളിയെന്ന് MES പ്രതികരിച്ചു. ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലെ സംവരണവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ നിർദ്ദേശം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംവരണത്തിന്റെ കാര്യത്തിൽ തടസ്സം കൂടാതെ എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കോടതി നിരീക്ഷിച്ചു. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം ഫസൽ ഗഫൂർ, ഒപ്പം തന്നെ ഹാരിസ് ബീരാൻ, സുപ്രീം കോടതി അഭിഭാഷകൻ, CP നാരായണൻ, BJP സ്റ്റേറ്റ് സെക്രട്ടറി JR പത്മകുമാർ, ഒപ്പം തന്നെ ഷിജു ഖാനും. ശ്രീ ഫസൽ ഗഫൂറിലേക്ക് ഇന്നത്തെ കോടതി വിധി അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ രണ്ട് സ്റ്റേറ്റിലെ കേസുകൾ പരിഗണിക്കവേ കോടതി നടത്തിയ രണ്ട് പരാമർശം, അതിനപ്പുറത്തേക്ക് വലിയൊരു ഗുരുതരമായൊരു സങ്കീർണമായൊരു പ്രശ്നം ഇക്കാര്യത്തിൽ കാണേണ്ടതുണ്ടോ? അതോ ഞാൻ ഈ ചോദിക്കുന്നത് കാരണം തുടക്കത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംവരണവുമായി ബന്ധപ്പെട്ട് സമാനമായ ഒട്ടേറെ വിധികൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ കാരണം വലിയ തോതിലുള്ള ഒരു വൈരുദ്ധ്യം എന്തായാലും ഇന്നത്തെ നിലപാടിൽ ഈ നിരീക്ഷണത്തിൽ കാണുന്നുമുണ്ട്. രണ്ട് സ്റ്റേറ്റുകളുടെ വിഷയമാണ് എന്തായാലും വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ താങ്കൾ എന്തായാലും പൊതുവെ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ഗുരുതരമാണോ പറയത്തക്ക രീതിയിൽ? ആദ്യം ഇത് പറയുന്ന ആരാണ്? സുപ്രീം കോടതിയിലെ ജഡ്ജാണ്. അപ്പോൾ നമ്മളത് ചെറുതായിട്ട് കാണാൻ പറ്റില്ല. കാരണം അത് അവരുടെ ഫിലോസഫി, സംവരണത്തെ പറ്റിയിട്ടുള്ള അവരുടെ കാഴ്ചപ്പാട് ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതിൽ ധാരണമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ജഡ്ജ് പറയുന്നത്? 68 വർഷമായി ആനുകൂല്യം കിട്ടുന്നത്. ആദ്യം ഇവരൊക്കെ പോയിട്ട് ചരിത്രം പഠിക്കണം. 68 വർഷമായോ ഇവിടെ കിട്ടിയിട്ട്? ആകെ SC STകൾക്ക് കിട്ടിയിട്ട് മാത്രമേ അത്ര വർഷമായിട്ടുള്ളൂ. 1950 നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, OBCകൾക്ക് കിട്ടിയത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് 1990 വരുന്നത്. ആ 1990 വന്നതിന് ശേഷം തന്നെ ഓരോരോ സ്റ്റേറ്റും അവിടെ കമ്മീഷൻ നിയമിച്ചു. ഉദാഹരണമായിട്ട് ബീഹാറിൽ മുംഗേർലാൽ കമ്മീഷൻ നിയമിച്ചു, ഹാവന്നൂർ കമ്മീഷൻ കർണാടകയിലുണ്ടായി. അതുമാതിരി ഓരോ സ്റ്റേറ്റിലും കമ്മീഷനുകൾ നിയമിച്ചതിന് ശേഷം ഏകദേശം 1995 ഈ മണ്ഡൽ കമ്മീഷൻ അനുസരിച്ചിട്ട് ഇന്ത്യയിലെ 54% വരുന്ന OBCകൾക്കും അതുമായി തന്നെ പിന്നോക്ക മുസ്ലിമുകൾക്കൊക്കെ സംവരണം കിട്ടുന്നത്. എന്നിട്ട് 2005 അർജുൻ സിംഗ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഇത് ഹയർ എഡ്യൂക്കേഷനിൽ പോയിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് ഈ 68 വർഷമായി എന്ന് പറയുന്നത്? ആകെ ചുരുക്കി പറഞ്ഞാൽ 10-20 വർഷം ആയിട്ടുള്ളൂ സംവരണം ഇന്ത്യയിൽ വന്നിട്ട്. അതും ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ് അനവസരത്തിലും അനാവശ്യമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. അത് ഉന്നയിക്കുന്നത് എന്താണ് കാണിക്കുന്നത്? അത് അവരുടെ മൈൻഡ് സെറ്റാണ്. ശ്രീ ഫസൽ ഗഫൂർ, ചരിത്രപരമായ പല കാരണങ്ങൾ കൊണ്ടും ഒരുപക്ഷെ വളരെ പിന്നോക്കാവസ്ഥയിലേക്ക് പോയ ജനവിഭാഗങ്ങളുടെ തുല്യതയ്ക്ക് വേണ്ടി അവിടെ പല ഘടകങ്ങൾ ഒരു പക്ഷേ മുന്നോട്ട് വന്നേക്കാം. സംവരണമടക്കം ഈ വിഷയങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പല പോരാട്ടങ്ങൾ നടന്നു. അതിൻ്റെയൊക്കെ ആകത്തുക എന്തായാലും ഭരണഘടന കൂടി വിഭാവനം ചെയ്ത ഒരു വിഷയത്തിൽ കോടതി തന്നെ ഇങ്ങനെ ഒരു നിലപാട് ഇന്നത്തെ ഘട്ടത്തിൽ പറയുമ്പോൾ, അത് നേരത്തെ എന്തായാലും താങ്കൾ ഇന്ന് സൂചിപ്പിച്ചു, എന്തായാലും BJPയുടെ നിലപാട് പോലെയായിപ്പോയി കോടതി പറഞ്ഞത്. അത് അപലപനീയമാണോ? ഇതിപ്പോൾ BJPയുടെ നിലപാടെന്നല്ല, ഇത് ഇന്ത്യയിൽ മനസ്സിലായില്ലേ, സംവരണം വന്ന കാലഘട്ടം തൊട്ടിട്ടേ കുറേ ആൾക്കാർ ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? ഇവിടെ മെറിറ്റ് ഹാസ് ബീൻ ഗിവൺ ദ ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. മെറിറ്റ് ഇവിടെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പഠനമുണ്ടോ? അതായത് പിന്നോക്ക ജാതിയിൽപ്പെട്ടവർ പുറയിലാണ് എഫിഷ്യൻസിയുടെ കാര്യത്തിൽ. പിന്നോക്ക ജാതിയിലെ ആൾക്കാർ അവരുടെ സംബന്ധിച്ച് അവർ മറ്റുള്ള കാര്യങ്ങളിൽ പുറയിലാണെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പഠനം പോലും ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണ്, ഇന്ത്യ ടുഡേ ഒരു പഠനം നടത്തി. ആ പഠനം അനുസരിച്ചിട്ട് പിന്നോക്ക ജാതിയിൽപ്പെട്ടിട്ടുള്ളവർ കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ അവരുടെ എഫിഷ്യൻസി, അവരുടെ ഇടയിലുള്ള കറപ്ഷൻ, അവരുടെ ഇടയിലുള്ള കൃത്യനിഷ്ഠ, ഇതെല്ലാം പരിശോധിച്ചപ്പോൾ മുന്നോക്ക ജാതികളും പിന്നോക്ക ജാതികളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, കോടതിയുടെ നിരീക്ഷണം 100% തെറ്റാണ്. കേരളത്തിലെ OBC ഇത് കണക്കാനെടുത്ത് നോക്കിയാൽ OBCകളും കേരളത്തിലെ ഫോർവേഡ് കാസ്റ്റും തമ്മിൽ 3-4% മാർക്കിൽ വ്യത്യാസമുള്ളൂ. 3
3-4% കൊണ്ട് ഒരാളുടെ മെറിറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? അപ്പോൾ ഇതൊക്കെ എല്ലാം ഒരു കാഴ്ചപ്പാടിൻ്റെ വിഷയം ആണ് കിടക്കുന്നത്. എന്താണ് ആ കാഴ്ചപ്പാട്? മെറിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവനൊന്നും മെറിറ്റില്ല, ഇവിടുത്തെ ദളിതന് മെറിറ്റില്ല, ഇവിടുത്തെ യാദവന് മെറിറ്റില്ല, ഇവിടുത്തെ പിന്നോക്ക സമുദായങ്ങൾക്ക് മെറിറ്റില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഇത് അടിച്ചുവിടുമെന്നറിയും ഇന്ത്യയിൽ മുഴുവൻ പ്രതിഫലിക്കുകയാണ്. അത് ഏതിനോട് ചേർത്ത് വായിക്കണം? RSSൻ്റെ തലവനായിട്ടുള്ള മോഹൻ ഭാഗവത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. സംവരണത്തെ പറ്റി നമ്മൾ പുനരാലോചിക്കണം. എന്ത് പുനരാലോചിക്കണം? സംവരണം തുടങ്ങിയിട്ടുള്ളൂ, ഇപ്പോഴും പല യൂണിവേഴ്സിറ്റികളിലൊന്നും സംവരണമില്ല വടക്കേ ഇന്ത്യയിലൊന്നും. അപ്പോൾ അത് മാത്രമല്ല, സംവരണത്തിൻ്റെ തോത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വകാര്യവൽക്കരണം വന്നപ്പോൾ ഉദാഹരണമായിട്ട് എയർ ഇന്ത്യ പോയി. അപ്പോൾ എയർ ഇന്ത്യയിൽ ഇപ്പോൾ സംവരണമില്ല. മുമ്പ് എയർ ഹോസ്റ്റസ്മാരടക്കം സംവരണം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ SC/ST വിഭാഗങ്ങൾക്കുള്ള ചാൻസുകൾ ഇപ്പോൾ ഈ നിയോ ലിബറലൈസേഷൻ വന്നതിന് ശേഷം OBC-കൾക്കും SC/ST-കൾക്കുള്ള ചാൻസുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംവരണത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഒരു ഭാഗത്ത് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ, മനസ്സിലായില്ലേ? അത് പ്രവചനം എന്നാണ് ഞാൻ പറയുന്നത്. മെറിറ്റ് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്റ്റ് അതിനുകൂടി കോടതി കൂട്ടുനിൽക്കുന്നു എന്ന് കരുതാൻ കഴിയുമ്പോൾ താങ്കൾ ഇന്ന് പറഞ്ഞ വാചകം, കാരണം BJP വക്താക്കളെ അല്ലെങ്കിൽ BJPയുടെ നിലപാട് പോലെ കോടതി ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു, പരാമർശം നടത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു വാചകം സുപ്രീം കോടതിയുടെ, പരമോന്നത കോടതിയുടെ ഭാഗത്ത് നിന്ന് മുൻവിധിയോടുകൂടി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടോ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ നിലനിൽക്കെ? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സവർണ മൈൻഡ് സെറ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. വേറെ കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ BJPയുടെ വക്താവ് അവിടെ ഉള്ളതിനെ കൊണ്ട് BJP ഭരണത്തിൽ കയറിയപ്പോൾ ഉത്തർപ്രദേശിൽ യഥാർത്ഥത്തിൽ സംവരണം നടപ്പാക്കിയത്, അവിടെ രാജ്നാഥ് സിംഗിൻ്റെ ഗവൺമെൻറ് മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ അവിടെ സംവരണം നടപ്പാക്കി, കൂടുതൽ സംവരണം കൊടുത്തു. ഇവിടെ സുശീൽ കുമാർ മോഡി ബീഹാറിലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് അവിടെ സംവരണത്തിൻ്റെ തോത് കൂട്ടി. വസുന്ധര രാജെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് മുസ്ലിമുകളടക്കമുള്ളവർക്ക് സംവരണം കൊടുത്തു. അപ്പോൾ ഇതൊരു ഇരട്ടത്താപ്പല്ലേ? ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ കയറി വരുമ്പോൾ അവർ വോട്ട് ബാങ്കുകളെ ഭയന്നുകൊണ്ട് അവിടെ സംവരണം കൊടുക്കുന്നു. അതേസമയം അവർ മോഹൻ ഭാഗവത് തിരിച്ചു പറയുന്നു. എന്താ എന്തായാലും അക്കാര്യത്തിൽ അതിന് മറുപടി പത്മകുമാറിനെ കാണും. അതിനു മുൻപ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, ഇക്കാര്യത്തിൽ എന്തായാലും ദേശീയ താല്പര്യം പരിഗണിച്ച് കോടതി ഇന്ന് മുന്നോട്ട് വെച്ച ഒരു പരാമർശം, ദേശീയ താല്പര്യം മുൻനിർത്തി നിലവാര തകർച്ചയിൽ നിന്നും, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലവാര തകർച്ചയിൽ നിന്നും രാജ്യത്തെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയെ മോചിപ്പിക്കാൻ സംവരണം ഒരു ബാധ്യത തന്നെയാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ? വ്യക്തമായും അങ്ങനെയാണോ നിരീക്ഷിക്കേണ്ടത്? അങ്ങനെയെങ്കിൽ എത്രത്തോളം അപകടകരമാണ് കാര്യങ്ങൾ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വീണ്ടും എടുത്തു പറയുന്നു, പല വിധികളും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ വിധികൾ പരിശോധിച്ചാൽ ഇന്നത്തെ കോടതിയുടെ ഈ നിലപാട് ചേർത്ത് വായിക്കുകയാണെങ്കിൽ വെള്ളം ചേർക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ഇത് വെറും ഒരു പാസിംഗ് ഒബ്സർവേഷൻ മാത്രമാണ്, ഒരു വെറും നിരീക്ഷണം മാത്രമാണ്. ഈ കേസ് തെലങ്കാനയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലുമുള്ള ഡോമിസൈൽ റിസർവേഷൻ്റെ എതിരായിട്ടുള്ള ഒരു കേസായിരുന്നു. ആ ഡോമിസൈൽ റിസർവേഷനെതിരായിട്ടുള്ള കേസിൽ അങ്ങനെ കൊടുക്കാമെന്ന് സുപ്രീം കോടതി പറയുന്ന ആ സാഹചര്യത്തിൽ അവർ പാസിംഗ് ഒരു ഒബ്സർവേഷൻ പോലെ സുപ്രീം കോടതി പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, ഒരു കാഷ്വൽ റിമാർക്കായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. അത് ഗവൺമെന്റുകളിൽ യാതൊരു വിധത്തിലും ബൈൻഡിങ് അല്ല, ആർക്കും അത് ബൈൻഡിങ് അല്ല ഈ ഒബ്സർവേഷനുകൾ. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ പറയേണ്ട ഒരു സാഹചര്യവും ആ കേസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ഒരു റിസർവേഷന്റെ വസ്തുതയെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 15(4) 15(5) ഒന്നും ഈ കേസുകളിലൊന്നും പ്രതിപാദിച്ചിട്ടില്ല. ഈ റിസർവേഷന്റെ ആവശ്യകതയുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ആർഗ്യുമെന്റ് പോലും ആ കേസിൽ നടന്നിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു കാഷ്വൽ ഒബ്സർവേഷൻ മാത്രം സുപ്രീം കോടതി നടത്തിയിരിക്കുന്നതിനാൽ നമ്മൾ ഇതൊരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് കാരണം ശ്രീ ഹാരിസ് ബീരാൻ, ഇന്നത്തെ സാഹചര്യത്തിൽ കാരണം സംവരണം മുൻനിർത്തി പല നിലപാട് എന്തായാലും കേന്ദ്ര സർക്കാർ, അതിനുശേഷം എന്തായാലും നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ പല വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് RSS മുന്നോട്ട് വെച്ച നിലപാട്, ഇതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു കാഷ്വൽ ടോക്ക് പോലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വരുന്നത്. അത് ഗൗരവതരമല്ലേ? കാരണം പല സ്റ്റേറ്റുകളിലും ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സാഹചര്യങ്ങൾ മാറി വരാം, പല കേസുകളിലേക്കും പോകാം. അവിടെയൊക്കെ തന്നെ ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ, ഹൈക്കോടതിയിലേക്ക് ഒരു കേസ് മൂവ് ചെയ്യുമ്പോൾ കാഷ്വൽ ടോക്ക് ആണെങ്കിൽ കൂടി സുപ്രീം കോടതി ഈ പറഞ്ഞ പരാമർശം സ്വാധീനിക്കപ്പെടില്ലേ? അവിടെ വെറും ഒരു കാഷ്വൽ ടോക്ക് എന്ന നിലയിൽ നമുക്ക് തള്ളിക്കളയാവുന്ന സാഹചര്യമാണോ?
അതെ, ഞാനത് പറഞ്ഞു വരുന്നത് അതാണ്. കോടതികളുടെ പ്രഥമ കർത്തവ്യം എന്താണ്? അവരുടെ കർത്തവ്യം ഭരണഘടനയെ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഭരണഘടനയെ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. ഭരണഘടനയിൽ 15(4)ഉം 15(5)ഉം ഉള്ളിടത്തോളം കാലം സുപ്രീം കോടതിക്ക് മറിച്ചൊരു വിധിന്യായം ഉണ്ടാക്കുവാൻ സാധിക്കുമോ? അത് സാധിക്കുകയില്ല. ഇനിയിപ്പോ സുപ്രീം കോടതി പറയുന്നത് പോലെ ഇതെല്ലാം ഇത്ര നാളായിട്ടുണ്ട്, അത് മതിയാക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കാരിന് മതിയാക്കാൻ പറ്റുമോ? അത് പറ്റുകയില്ല. ഇതിന്റെ എല്ലാം ഒബ്ജക്റ്റീവ് എല്ലാം പൂർത്തീകരിച്ചോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് ബോഡി അവിടെ വെക്കണ്ടേ, ഒരു എക്സ്പേർട്ട് സ്റ്റഡി നടത്തണ്ടേ? സുപ്രീം കോടതി ഒരു എക്സ്പേർട്ട് ബോഡി അല്ലല്ലോ. ഒരു എക്സ്പേർട്ട് ബോഡികളായിട്ട് ഇവിടെ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനുകളിൽ കേന്ദ്രത്തിലുമുണ്ട്, സംസ്ഥാനങ്ങളിലുമുണ്ട്. ആ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ, ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ ഇതിനകത്തൊരു മാറ്റം വരുത്താൻ പറ്റുകയുള്ളൂ. മാത്രമല്ല ഒരു ഭരണഘടന ഇക്കാര്യത്തിൽ CP നാരായണൻ, അദ്ദേഹം എന്തായാലും പാർലമെന്റേറിയനായി ആയതുകൊണ്ട് കൂടി ഇവിടെ അങ്ങേക്ക് ഇന്നത്തെ നിരീക്ഷണം, പരാമർശം ഒന്ന് പരിശോധിച്ചാൽ ഇവിടെ ഫസൽ ഗഫൂർ എന്തായാലും അക്കാര്യത്തിൽ വലിയ ആശങ്കയാണ് ഉന്നയിക്കുന്നത്. അദ്ദേഹം ഇന്നത്തെ സാഹചര്യങ്ങളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് സ്വാഭാവികമായി വരാവുന്ന ചില ചോദ്യങ്ങൾ, സംശയങ്ങളൊക്കെ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ഉയർന്നു വരാം. അവിടെ മറുപടി ഖണ്ഡിച്ചത് ഒരു പക്ഷേ ഹാരിസ് ബീരാൻ പറയുന്നത് വ്യക്തമായ രീതിയിൽ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന അനുച്ഛേദമടക്കം ഉള്ള സ്ഥിതിക്ക് ഒരു കാഷ്വൽ ടോക്ക് അതിനപ്പുറത്തേക്ക് എന്തായാലും കാണേണ്ടതില്ല. കാരണം 2 സ്റ്റേറ്റിലെ സാഹചര്യങ്ങളെ മാത്രമാണ് പരാമർശിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ആദ്യം പറയട്ടെ, ഈ കോടതികൾ, പ്രത്യേകിച്ചും സുപ്രീം കോടതി, ആവശ്യത്തിനും അനാവശ്യത്തിനും രാഷ്ട്രീയ നേതാക്കന്മാരെ വിമർശിച്ചുകൊണ്ട് പല അഭിപ്രായ പ്രകടനം നടത്താറുണ്ട്. കാഷ്വലായിട്ട് അവർ പലതും പറയുന്നു എന്നുള്ളത്. അവരെന്താണോ രാഷ്ട്രീയ നേതാക്കന്മാരെ, രാഷ്ട്രീയ പ്രവർത്തകരെ പറ്റി പറയുന്നത്, അതാണ് ഇന്ന് ജഡ്ജ് ചെയ്തത്. അതാണ് ഹാരിസ് ബീരാൻ പറഞ്ഞത്. കാരണം ഇവിടെ സംസ്ഥാനത്തിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് മാത്രം ഈ ഹയർ കോഴ്സിന്, എന്താണ് മറ്റേ സ്പെഷ്യൽ കോഴ്സിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ കൊടുക്കാൻ പാടുള്ളൂ എന്ന് തമിഴ്നാടും ആന്ധ്രയും, അവിഭക്ത ആന്ധ്രയും തീരുമാനിച്ചിരുന്നു. അതിനെ ചൊല്ലിയാണ് കേസുള്ളത്. ആ കേസിൽ ഈ സംവരണം അതും ഒരു സംവരണമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. പക്ഷേ നാട്ടിൽ ഇന്ന് പറയുമ്പോൾ സംവരണം എന്ന് പറയുമ്പോൾ അത് SC/BC, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനുള്ള ആ സംവരണമാണെന്ന് ആരും ധരിച്ചു പോകും. കാരണം അതാണ് ഇവിടെ ചർച്ചാ വിഷയം. അവിടെ ഞാൻ ഒരു കാര്യം ഞാൻ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കും. കാരണം ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ, കാരണം 68 വർഷത്തെ കാര്യമാണ് കോടതി പറയുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഒരു പക്ഷേ അദ്ദേഹം പോലും, കാരണം അതിൻ്റെ യഥാർത്ഥ തത്വങ്ങൾ, കാരണം SC/ST സംവരണം വന്ന വർഷം, അതിനുശേഷം കമ്മീഷനുകളൊക്കെ തന്നെ അല്ലെങ്കിൽ അക്കാര്യങ്ങളിലേക്ക് അടക്കം പോകുമ്പോഴാണ് സംശയം നിഴലിക്കുന്നത്. ആ ജഡ്ജിയോട് മറ്റേ ജുഡീഷ്യറിയോടുള്ള ബഹുമാനം വെച്ച് പറയട്ടെ, വിവരക്കേടാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ കുറഞ്ഞൊന്നും പറയാൻ പറ്റില്ല. 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ അന്ന് മുതൽ റിസർവേഷനൊക്കെ വന്നിട്ടുണ്ടോ? ഉണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിനൊക്കെ മുമ്പേ, സ്വാതന്ത്ര്യം കിട്ടുന്നതിനും 10 വർഷം മുമ്പേ 1937 മുതൽ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. പാർലമെൻറ്റിൽ 1950 ജനുവരി 26 ഭരണഘടന അംഗീകരിക്കുമ്പോഴാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നുള്ള ഒരു കാര്യം നിർവചിക്കുകയും അവർക്ക് സംവരണം ഏർപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ 65 വർഷമല്ലേ ആയുള്ളൂ. എവിടെ 68 വർഷം? അപ്പോൾ കോടതി ഉൾക്കാഴ്ചയില്ലാതെയുള്ള നിരീക്ഷണങ്ങൾ അത് കാഷ്വൽ ടോക്ക് ആയിട്ടാണെങ്കിലും വരാവുന്നതാണോ? പ്രത്യേകിച്ച് ഉന്നത നീതിപീഠത്തിന്റെ ചെറിയ ചലനങ്ങൾ പോലും രാജ്യത്തെ ഉപകോടതികൾ അത് വീക്ഷിക്കാനുള്ള സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അത് പല പരാമർശങ്ങളും ഒരുപക്ഷെ മറ്റ് കേസുകളിലെയൊക്കെ നാൾ വഴികളിൽ അല്ലെങ്കിൽ പോകുമ്പോൾ ഇതൊക്കെ തന്നെ പരാമർശന വിധേയമാക്കപ്പെടാം. ആ സ്ഥിതിക്ക് ഉന്നത കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ നിരീക്ഷണങ്ങൾക്ക് ഈ നിയമപരമായ സാധുതയൊന്നുമില്ല, വിധി വന്നാലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അത് കേരളത്തിൽ ധാരാളം നമ്മൾ കേരളത്തിലടക്കം സാഹചര്യങ്ങൾ വെച്ചാണ് ഈ പല കാര്യങ്ങളിലും അനാവശ്യമായ പരാമർശങ്ങൾ നടത്തുന്നു. അങ്ങനെ ഈ കേസുമായി യാതൊരു ബന്ധമില്ലാത്ത അനാവശ്യ പരാമർശമാണ് കോടതി ചെയ്തത്. സ്വാഭാവികമായിട്ട് ഇന്ന് രാഷ്ട്രീയ തലത്തിൽ പ്രധാനമന്ത്രിയും മറ്റുള്ളവരും എല്ലാം കൂടി അതിനെ സംബന്ധിച്ച് ഭരണകക്ഷിയും പ്രതിപക്ഷങ്ങളും ഒക്കെ തർക്കം നടക്കുമ്പോൾ അതിന് എരിവ് കയറ്റത്തക്കവണ്ണം എന്തിനാണ് ഈ കോടതിയിൽ ഈ ജഡ്ജി അനവസരത്തിൽ ഈ പരാമർശം നടത്തിയത്? അത് അവർ പറയേണ്ടതാണ്.
ഇതാണ് ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പാർലമെൻറ്റിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞത്, ഇവരെ തിരഞ്ഞെടുക്കുന്ന രീതി മാറണം. യെസ്, അതാണ് ശ്രീ ഷിജു ഖാൻ, വിദ്യാഭ്യാസം സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ തകർച്ച, അതിൻ്റെ കാരണങ്ങൾ പല കാരണങ്ങളുണ്ട്. സംവരണം പല ഘടകങ്ങളിൽ ഒന്ന് മാത്രം, ഈ പറയുന്ന അങ്ങനെയെങ്കിൽ പറയുകയാണെങ്കിൽ പല ഘടകങ്ങളിൽ ഒന്ന് മാത്രം, ഇതൊന്നും പരാമർശിക്കപ്പെടാതെ സാമ്പത്തികമോ സാംസ്കാരികമോ അല്ലെങ്കിൽ പ്രാദേശികമായ ഭാഷാ വ്യത്യാസമോ ഇങ്ങനെ പല ഘടകങ്ങളൊന്നും തന്നെ പരിഗണിക്കപ്പെടാതെ മാറ്റിവെച്ചുകൊണ്ട് സംവരണം എന്ന നിലയിലേക്ക് മാത്രം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോണ്ടസ്റ്റും കൂടി നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ സംശയം നിഴലിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണം ദൗർഭാഗ്യകരമാണ് എന്നാണ് പ്രാഥമികമായി അതിനോട് പ്രതികരിക്കാനുള്ളത്. രണ്ടാമത്തേത്, പുതിയ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ സംവരണം വേണമോ വേണ്ടയോ എന്ന് വലിയ ചർച്ച കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന, അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന ആളുകളും അതിൻ്റെ നേതാക്കന്മാരും നിരന്തരം സംവരണ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു വേളയിൽ അത്തരം ആളുകൾക്ക് കിട്ടുന്ന പിൻബലമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണം മാറും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. രണ്ട്, ദേശീയ താല്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ദേശീയത, എന്താണ് ദേശീയ കാഴ്ചപ്പാട് എന്നൊക്കെ സുപ്രീം കോടതി മനസ്സിലാക്കുന്നുണ്ടോ? രാജ്യത്തിൻ്റെ കുഗ്രാമങ്ങളിൽ ജീവിക്കുന്ന അതിസാധാരണക്കാരായ അധസ്ഥിത ജനവിഭാഗം, അവരുടെ താല്പര്യം, അവരുടെ സംസ്കാരം, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ ഭാഷ, അവരുടെ വേഷം, അവരുടെ ജീവിത രീതികൾ, ഇതെല്ലാം ചേരുന്നതാണ് ഇന്ത്യൻ ദേശീയത എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ്. മൂന്ന്, മെറിറ്റിന് വിരുദ്ധമാകുന്നത് എങ്ങനെയാണ് സംവരണം എന്ന് പറയുന്നത്? മെറിറ്റിന് വിരുദ്ധമാകുന്നത് സാമൂഹ്യ നീതിയെ കഴുത്ത് ഞെരിച്ചു കൊല്ലും വിധത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കച്ചവടവൽക്കരിക്കുകയും സ്വകാര്യവൽക്കരിക്കുകയും തീർച്ചയായും അത് എന്തായാലും പത്മകുമാറിലേക്ക് മറുപടി എന്തായാലും അർഹിക്കുന്നു. കാരണം 3-4 പേര് വളരെ കാതലായിട്ടുള്ള ആരോപണങ്ങൾ, ഇന്നത്തെ കോണ്ടസ്റ്റ് വലിയ ഘടകമാണ്. രാജ്യം ഒരു പക്ഷേ പല ഘടകങ്ങളുടെ എക്സിക്യൂട്ടീവിനെ അടക്കം ഇക്കാര്യത്തിൽ ഉപയോഗിക്കുന്നു എന്ന വിമർശനങ്ങൾ നിലനിൽക്കുകയാണ്. എന്തായാലും ജുഡീഷ്യറിയിൽ നിന്നും ഇത്തരം ഒരു കലർപ്പോട് കൂടിയ ശരിയില്ലായ്മയെന്ന വിമർശനങ്ങൾ വരുന്ന രീതിയിലുള്ള ഒരു പരാമർശം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ മറുപടി എന്തായാലും താങ്കൾ വ്യക്തമാക്കണം. ശ്രീ പത്മകുമാർ, ഇവിടെ ഫസൽ ഗഫൂർ ചൂണ്ടിക്കാട്ടിയ കാര്യം, ഈ നിരീക്ഷണം വന്ന ഉടൻ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയത്, MESന്റെ ഔദ്യോഗിക പ്രതികരണം വന്നത്, കോടതിയുടെ നിരീക്ഷണം BJPയുടെ നിലപാടിന് തുല്യമായത്. ഒട്ടേറെ ഉദാഹരണങ്ങളും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതിൽ 2 കാര്യങ്ങളാണ്. ഒന്നും, ഈ കോടതികളുടെ പരാമർശത്തോട് ബുദ്ധിജീവികളെന്ന് പറയുന്നവർക്കും മാധ്യമങ്ങളോടുമുള്ള ഇരട്ടത്താപ്പാണ്. കോടതി നമ്മുടെ താല്പര്യത്തിന് അനുകൂലമായിട്ട് ഏതെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞാൽ അത് വലിയൊരു പുണ്യവാക്കായി കണ്ടുകൊണ്ട് അതിനെ ചർച്ച ചെയ്യുകയും അതിന് വേണ്ടിയിട്ട്, അതൊരു ഉദാഹരണം, കേരളത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം നീന്തൽ അറിയാവുന്ന ആൾ മുങ്ങിച്ചാവുമോ, വലിയ ചർച്ചയായിരുന്നു. കോടതി അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ. തീവ്രവാദികൾക്കെതിരായ ഒരു നിലപാട് കോടതി എടുത്തു കഴിഞ്ഞാൽ ഉടൻ അതിനെ കോടതി ജനാധിപത്യത്തിനും ന്യൂനപക്ഷത്തിനും അല്ലെങ്കിൽ എതിരാണെന്നൊരു വിവരം. അങ്ങനെ ഒരു ഇരട്ടത്താപ്പാണ് ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളിൽ പ്രകടമായി കാണുന്നത്. 2, ഇപ്പോൾ ഈ 3 പേരുടെ സംസാരവും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവരൊരു നിഴലിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. അത് കുറച്ച് കോടതിക്കും കൊടുക്കും, കുറച്ച് BJP കൊടുക്കും. യഥാർത്ഥ വസ്തു എന്താ? BJPയുടെ നയം പറയേണ്ടത് BJP അല്ല, അല്ലെങ്കിൽ ഫസൽ കപൂർ അല്ല, അല്ലെങ്കിൽ വേറെ ആരുള്ളൂ. ഞങ്ങളുടെ പ്രധാനമന്ത്രി പറഞ്ഞത്, ഞാൻ ഭരണത്തിലുണ്ടായിരിക്കുന്ന സമയത്ത് റിസർവേഷനെ കുറിച്ച് മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡൻറ്റും പറഞ്ഞു. അപ്പോൾ അത് മുഖവിലക്കെടുക്കാൻ പാടില്ല എന്നിലും BJPക്കെതിരായിട്ട് ഈ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും. RSS പറഞ്ഞത് എന്താ? ഫുള്ളായിട്ട് ആ ഓർഗനൈസറിൽ വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇപ്പോൾ ആ അഡ്വക്കേറ്റ് ബീരാൻ പറഞ്ഞൊരു കാര്യം, അതേ ഒരു കാര്യമല്ലേ RSSൻ്റെ മോഹൻ ഭഗത് പറഞ്ഞത്? നോൺ പൊളിറ്റിക്കലായിട്ടുള്ളൊരു കമ്മിറ്റി ഇതിനെക്കുറിച്ച് പഠിക്കണം. ഇത്രയും റിസർവേഷൻ കൊടുക്കുന്നുണ്ട്, റിസർവേഷൻ കൊടുത്തിട്ട് കൊടുത്ത ആളിന് ഇതിന് പ്രയോജനം കിട്ടിയിട്ടുണ്ടോ, ആർക്കാണ് ഇതെങ്ങനെ കിട്ടിയിട്ടുള്ളത്, എന്താണ് അതിൽ കുറവുണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനുള്ള നേട്ടം ഉണ്ടായിട്ടുള്ളത്, ഇതിനെക്കുറിച്ചൊരു അപ്പൊളിറ്റിക്കൽ കമ്മിറ്റി വേണം എന്ന് അദ്ദേഹം പറഞ്ഞതല്ലേ ചെയ്തിട്ടുള്ളത്. അതിനെ ഞങ്ങൾ സംവരണത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അതേ ശ്വാസത്തിൽ തന്നെ പറയുന്നു, BJP ഭരിച്ച സംസ്ഥാനങ്ങളിലൊക്കെ സംവരണത്തിന് അനുകൂലമായിട്ട് ഞങ്ങൾ ഈ ഒരു സംവരണത്തിനെതിരല്ല. 1978 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ ജനസംഘത്തിന് കൂടി പ്രാതിനിധ്യമുള്ള ഗവൺമെൻറ്റാണ് അത് പ്രഖ്യാപിച്ചത്. ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് പ്രഖ്യാപിക്കില്ല. അപ്പോൾ ഇതൊന്നും കാണാതെ ഒരു BJPയും അല്ലെങ്കിൽ കോടതിയും സംവരണത്തിനെതിരാണെന്നുള്ള പ്രചരണം കൊടുക്കുന്നു. യഥാർത്ഥ വസ്തുത പഠിക്കണ്ടേ? ഈ സംവരണം കൊടുത്ത ആൾക്ക് ഇത് പ്രയോജനമുണ്ടോ? ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് കിട്ടുന്ന സംവരണം, മീൻ നിൽക്കാൻ പോകുന്ന താഴെത്തട്ടിലുള്ള
മകൻ അത് പ്രയോജനപ്പെടുത്താൻ കഴിയുമോ? അതല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ള ഫസൽ കപൂറിൻ്റെ മകനാണോ അതിൻ്റെ കൂടുതൽ ഗുണം ഉണ്ടാകുന്നത്? ആ ഗുണം ഇവർക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ മറ്റവന് കിട്ടുന്നതിന് എങ്ങനെ അതിന് പ്രായോഗികമായി എന്ത് നടപടി സ്വീകരിക്കണം? അതാണ് പഠനം നടത്തേണ്ടത്. തീർച്ചയായും ശ്രീ ഫസൽ കപൂർ, അവിടെ നിഴൽ യുദ്ധമാണോ നിങ്ങൾ നടത്തുന്നത്? ഇന്ന് സതുദ്ദേശത്തോടു കൂടിയാണ് മോഹൻ ഭഗവത് മുന്നോട്ട് വെച്ചത് കാര്യങ്ങൾ. അവിടെ എന്തായാലും വ്യക്തമായ പഠനം നടത്തണം, ആധികാരികതയില്ലാതെ എന്തായാലും പറയുന്നതല്ല. ഇക്കാര്യത്തിൽ വ്യക്തമായ സ്റ്റഡി നടത്തി കാര്യങ്ങളെ ബോധ്യപ്പെടുത്തണം. സാമ്പത്തിക സംവരണമടക്കം ചിലപ്പോൾ ഒരുപക്ഷെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ പഠന നിലവാരത്തിൽ ഉയർന്ന സ്ഥിതിയായിരിക്കും, അവന് പഠിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇതൊക്കെ തന്നെ ബോധ്യപ്പെടണം. അവിടെ നിഴൽ യുദ്ധമാണ് നിങ്ങൾ നടത്തുന്നത് എന്ന അതിന് മറുപടി. ആദ്യം തന്നെ ഇതിപ്പോൾ എപ്പോഴും ഞാൻ പറയട്ടെ, സംവരണത്തിനെതിരായിട്ടുള്ള ആൾക്കാർ പറയുന്നതാണ്. അതായത് സംവരണത്തിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഒരു കൂട്ടം ആൾക്കാർക്ക് കിട്ടും. നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ സംവരണം ഏർപ്പാടാക്കിയതിന് ശേഷം എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തിയതിൽ ആദ്യമായിട്ട് ക്രീമി ലെയർ തന്നെ. ഇപ്പോൾ ഫസൽ ഗഫൂറിന് കിട്ടിയോ ഫസൽ ഗഫൂറിനും കിട്ടിയിട്ടില്ല. മനസ്സിലായി, ഞാൻ DM ഡിഗ്രി വരെ എടുത്തിട്ടുള്ളതാണ്. മനസ്സിലായി, എനിക്ക് സംവരണം കിട്ടിയിട്ടില്ല, എൻ്റെ മക്കൾക്ക് ഇപ്പോൾ കിട്ടുന്നില്ല, എൻ്റെ വാപ്പാക്കും കിട്ടിയിട്ടില്ല. അദ്ദേഹം FRCP ഡിഗ്രിയുള്ള ആളാണ്. അവർക്കൊന്നും കിട്ടിയിട്ടില്ല. എന്താ കിട്ടാതിരിക്കുന്നതിന് കാരണം? ഞങ്ങളെല്ലാം ക്രീമി ലെയറിൽ പെട്ടു. അപ്പോൾ അതൊരു മെക്കാനിസം അല്ലേ? പണക്കാരനെ ഒഴിവാക്കാനായിട്ടുള്ള ഒരു മെക്കാനിസം കോടതി കൊണ്ടുവന്നത് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിച്ച് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഉദാഹരണം 6 ലക്ഷം റുപ്യയായിട്ട് മാറ്റിയിട്ടുള്ളൂ. ഞങ്ങളുടെ നിലപാടെന്താ? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ 12 ലക്ഷം രൂപ ആക്കണമെന്ന്. MESൻ്റെ നിലപാടെന്താ? ക്രീമി ലെയറിനെ പറ്റി 6 ലക്ഷം രൂപയിൽ കൂട്ടാൻ പാടില്ല എന്നാണ് നിലപാട്. ബാക്ക്വേർഡ് കമ്മീഷൻ പറയണേ ഇപ്പോൾ 20 ലക്ഷം ആക്കണം എന്നൊക്കെ പറയും. ഞങ്ങൾ അതിനൊക്കെതിരാണല്ലോ. അപ്പോൾ പത്മകുമാർ കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ ആ ക്രീമി ലെയർ വിഷയത്തിൽ എന്താണ് എടുത്തിട്ടുള്ളത്. രണ്ടാമത്, ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ആൾക്കാർക്ക് കിട്ടുന്നു എന്ന് പറയുന്നത്, ഉദാഹരണമായിട്ട് ഇത് ഈഴവ സമുദായത്തിന് കിട്ടുന്നു, അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ കേരളത്തിലെ സംവരണം എങ്ങനെയാണ്? ഈഴവർക്ക് ഇത്ര ശതമാനം, മുസ്ലിമിന് ഇത്ര ശതമാനം, അതർ OBCകൾക്ക് ഇത്ര ശതമാനം. അപ്പോൾ ക്ലിയർ അല്ലേ? അത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി പത്മകുമാറിൻ്റെ തന്നെ ഭരണം ഉണ്ടായിരുന്ന ഉത്തർപ്രദേശിൽ എങ്ങനെ നടപ്പാക്കിയിരുന്നത്? അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. കർണാടക ഇവിടെ എങ്ങനെ നടപ്പാക്കിയിരുന്നത്? തമിഴ്നാട്ടിൽ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ നിതീഷ് കുമാറിൻ്റെ കാലത്ത് എങ്ങനെ നടപ്പാക്കിയിട്ടുള്ളത്? എക്സ്ട്രീംലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിനെ മാറ്റി, മഹാദളിത്തിനെ മാറ്റി. അപ്പോൾ സംവരണത്തിൽ തന്നെ വേണ്ട മോഡിഫിക്കേഷനുകൾ സർക്കാരുകൾ ചെയ്യുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ കോടതി അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ അടിച്ചുവിടില്ല. സംസാരിക്കുമ്പോൾ ഫസൽ ഗഫൂറിന് കൈരളി TV വന്നിട്ട് എന്ത് വിഡിത്തരം പറയാം, പത്മകുമാറിന് എന്ത് വിഡിത്തരം പറയാം. പക്ഷേ കോടതിയിൽ ഒരാളിരിക്കുമ്പോൾ, സുപ്രീം കോടതിയിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും സംസാരിക്കുക എന്ന് പറയുമ്പോൾ ET മുഹമ്മദ് ബഷീറും ഞാനും അല്ലെങ്കിൽ ഷിജു ഖാനും അതുമാതിരിയുള്ള ആൾക്കാർ പ്രതികരിക്കും, നാരായണനും പ്രതികരിക്കും. കാരണം വെച്ചാൽ എന്തെങ്കിലും വിളിച്ചു പറയാ എന്നുള്ളതല്ല. ഇപ്പം ഞാൻ തന്നല്ലോ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ് സംവരണം കൊണ്ടുനടക്കുന്നതെന്നുള്ളത്. സംവരണത്തിൻ്റെ ക്രീമി ലെയറാണ് അതിൻ്റെ മെത്തേഡ്. ഇനി മുന്നോക്കത്തിൽ പിന്നോക്കം ഞാൻ ചോദിക്കട്ടെ, അതും കൂടെ പറയാമല്ലോ, പത്മകുമാർ മനസ്സിലാക്കിക്കൊള്ളൂ. കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് ഇതേ ET മുഹമ്മദ് ബഷീറാണ് കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിൽ മനസ്സിലായില്ലേ 10% സീറ്റ് മുന്നോക്കത്തിൽ പിന്നോക്കത്തിനായിട്ട് സംവരണം ചെയ്തത്. അതിനെതിരായിട്ട് കേസ് കൊടുത്തത് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ചുറ്റിക്കളിക്കുന്ന വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹമാണ് സമുദായ സംവരണ മുന്നണിക്ക് വേണ്ടിയിട്ട് കേസ് ഉണ്ടായി കൊടുത്തത്. ആ കൂട്ടത്തിൽ ഞാനും പോയിട്ടുണ്ട്, അത് വേറെ വിഷയം, മനസ്സിലായില്ലേ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സംവരണ വിഷയത്തിൽ വിവിധ സർക്കാരുകൾ ഇന്ത്യയിൽ ഉടനീളം, അത് കമ്മ്യൂണിസ്റ്റ് സർക്കാരായാലും വേണ്ടില്ല, BJP സർക്കാരായാലും വേണ്ടില്ല, ഇവിടെ രാഷ്ട്രീയമില്ല, അവർ തക്കതായ നിയമ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിന് വേണ്ട മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ചരിത്രവും പഠിക്കാതെ കോടതിയിൽ അവിടെ കയറിയിരിക്കുക എന്ന് വിചാരിച്ചിട്ട് എന്ത് തോന്നിയാസം അവിടെ ഈ സംവരണ വിഷയത്തിൽ അതിന്റെ പൂർണ്ണ മെറിറ്റിലേക്ക് പോകുമ്പോൾ എന്തായാലും അത് എത്തപ്പെടേണ്ട കൈകളിൽ എത്തപ്പെടുന്നില്ല. വലിയ തോതിലുള്ള ഒരു അസ്വാഭാവികതയും സംശയങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ എന്തായാലും ഇവിടെ ചില സ്റ്റേറ്റുകളിൽ, നേരത്തെ ഫസൽ കപൂർ ചൂണ്ടിക്കാട്ടിയതുപോലെ പല സ്റ്റേറ്റുകളിലെയും സാഹചര്യങ്ങൾ വ്യത്യാസമാണ്. അവിടെയൊക്കെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് അതാത് രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇതൊന്നും ഉൾക്കാഴ്ചയല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷൻ പോലെ, ഡയറക്ഷൻ വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ കൂടിയും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ നടപ്പാക്കണമെന്ന അഭ്യർത്ഥന പോലെ കോടതിയുടെ പരാമർശം വന്നാൽ അതൊരു പല ആശയക്കുഴപ്പത്തിന് പല സ്റ്റേറ്റുകളുടെയും സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വഴി തെളിയിക്കില്ലേ? അല്ല, കോടതി വേറൊന്നും മനസ്സിലാക്കേണ്ടിയിരുന്നു. പാർലമെൻറ്റ് നിയമം ഉണ്ടാക്കിയപ്പോൾ പാർലമെൻറ്റിലെ, അപ്പോൾ അത് പത്മകുമാറിൻ്റെ അറിവിലേക്ക്, അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ അറിവിലേക്ക് പറയാം. പ്രധാനമന്ത്രി പറഞ്ഞത് റിസർവേഷൻ മുഴുവൻ, സംവരണം മുഴുവൻ ഭരണഘടനാ അനുസൃതമാണെന്ന്. അല്ല, ഭരണഘടനയിൽ പറയുന്നത് 2 കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് VP സിംഗ് ഗവൺമെൻറ് അത് കൊണ്ടുവന്നത് ഒരു ഉത്തരവായിട്ടാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മോഹൻ ഭഗവത് ഒരു ഘട്ടത്തിൽ പറഞ്ഞു,
ഇത് വേണമെങ്കിൽ ഈ ഗവൺമെൻറ്റിന് തിരുത്താം. അതാണ് ആ വലിയ തർക്കത്തിനൊക്കെ ഇടയാക്കിയത്. കാരണം ഇത് ശരിയാണ്, ഗവൺമെൻറ് തിരുത്താം. കാരണം ഒരു ഗവൺമെൻറ്, കാരണം അവർ ചെയ്തല്ലോ, പ്ലാനിംഗ് കമ്മീഷനെ രൂപീകരിച്ചത് നെഹ്റു ഗവൺമെൻറ്. മോദി ഗവൺമെൻറ് വന്നപ്പോൾ ആ പ്ലാനിംഗ് കമ്മീഷൻ വേണ്ടാന്ന് വെച്ചു. കാരണം ഭരണഘടനാപരമല്ല, അത് സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ സംവരണത്തിൽ ഈ രണ്ട് വ്യത്യാസമുണ്ട്. മറ്റേ ജഡ്ജി മനസ്സിലാക്കാതിരുന്ന കാര്യം, പാർലമെൻറ്റ് 10 വർഷം കൂടുമ്പോഴാണ് ഇത് ഈ പട്ടികജാതി പട്ടികവർഗ റിസർവേഷൻ നീട്ടുന്നത്, എല്ലാ കാലത്തേക്കും അല്ല. ആ 10 വർഷം നോക്കുമ്പോൾ ആ കാലത്തെ പഠനം നടത്തണം എന്നുള്ളതാണ്. ആ പഠനം അത് നേരത്തെ തന്നെ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. അത് നടപ്പാക്കിയാൽ മതി. അത് ഈ ഗവൺമെൻറ് ചെയ്യാം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഒരു നിഷ്പക്ഷമാരുടെ ഒരു കമ്മിറ്റി, ആ കമ്മിറ്റി ഇപ്പം തന്നെ ഗവൺമെൻറ് രൂപീകരിക്കാം. ഇവിടെ കാതലെ നമ്മൾ അതല്ല പ്രശ്നം. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സുതാര്യമായ നിലപാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, നിങ്ങൾ ഇന്ത്യൻ സമൂഹം വിവിധ ഗവൺമെൻറ്റുകൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇവരുടെ ഇടയിൽ ഭരണഘടന വിഭാവനം ചെയ്ത രീതിയിൽ എല്ലാ മനുഷ്യരും തുല്യരാവണം എന്നാണ് വിഭാവനം ചെയ്ത ഭരണഘടന. ആ ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ടോ? വിദ്യാഭ്യാസപരമായി ഉയർന്നിട്ടുണ്ടോ? സാമൂഹ്യമായി, സാമ്പത്തികമായി? അതില്ലാത്തത് കൊണ്ടാണ് സംവരണം വേണ്ടി വരുന്നത്. ഇന്ന് വിധി പറഞ്ഞ സുപ്രീം കോടതിയിലെ നേരത്തെ ഉണ്ടായിരുന്ന ചില ചീഫ് ജസ്റ്റിസുമാർ അടങ്ങുന്ന, ഞാനപ്പോൾ അത് ഉദ്ധരിക്കുന്നില്ല, ഭരണഘടനാ ഒരു ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് ഇത് സംവരണം എക്കാലത്തേക്കുമല്ല. അത് ഈ ആളുകൾ തമ്മിലുള്ള തുല്യത വരുത്താൻ വേണ്ടി അതത് കാലത്ത് ഗവൺമെൻറ്റുകൾ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം കൂടി അതാണ് ഇവിടുത്തെ മറുവശം. ഏകീകരിക്കപ്പെടാതെ പോകുന്നതാണ്. ഇത് ആരെങ്കിലും എതിർക്കുന്നുണ്ടോ ഈ പറയുന്നതിനെ? ആരാ എതിർക്കുന്നത്? അപ്പോൾ ആരും എതിർക്കുന്നില്ല, പക്ഷേ സംവരണം എതിർക്കുന്നു എന്ന് വരുത്തി തീർക്കണം. അത് പ്രത്യേക അജണ്ട. സെൻട്രൽ സർവകലാശാലകൾ നടത്തുന്ന ഇടപെടൽ ഒരു പക്ഷേ ഇന്നിപ്പോൾ ഫെലോഷിപ്പ് അടക്കം JRF അല്ലെങ്കിൽ ഒഴികെയുള്ള ഫെലോഷിപ്പുകൾ എടുത്തു കളയുന്നു. അതിനുവേണ്ടി അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം സമരം നടത്തുന്നു. നാളെ ഒരുപക്ഷെ രാജീവ് ഗാന്ധി SC/ST വിഭാഗങ്ങൾക്ക് നൽകുന്ന സംവരണ ആനുകൂല്യങ്ങൾ പോലും എടുത്ത് കളയില്ലേ എന്ന ഒരു ഭയപ്പാടിലേക്ക് പോവുകയാണ് അവർ. ആ സാഹചര്യത്തിലാണ് ഈ കോടതി വിധി വരുന്നത്. ആ കോൺടെസ്റ്റിലാണ് കോടതി വിധി വരുന്നത്. ഞാനും നിങ്ങളും കൂടെ ഇവിടെ ഇരിക്കുമ്പോൾ ഇതെല്ലാം കൂടി ഇടിഞ്ഞു വീണാൽ നമ്മളങ്ങ് മരിച്ചു പോകും എന്ന് സങ്കല്പിച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞോട്ടെ, നമുക്ക് എഴുന്നേറ്റ് ഓടാൻ പറ്റുമോ? വരുമ്പോഴല്ലേ, അങ്ങനെ ഉണ്ടാകുമ്പോഴല്ലേ അതിനെ കുറിച്ച് ഞങ്ങൾ ഒരു ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, സംവരണം സംബന്ധിച്ച് ഞങ്ങൾ ഇപ്പോൾ ഉള്ള നിലപാടിൽ നിന്ന് യാതൊരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതിലേക്ക് പോയ സാഹചര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പാർലമെന്റ് നിയമം പാസ്സാക്കുന്ന പറഞ്ഞാൽ ഇപ്പോൾ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ വന്നപ്പോൾ പാർലമെന്റ് പാസ്സാക്കിയതല്ലേ, കോടതി അതെടുത്ത് കളഞ്ഞപ്പോൾ ഇവരെല്ലാവരും 2 കൈ അടിച്ച് പാസ്സാക്കിയില്ലേ? അപ്പൊ ഞങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ കോടതി പാർലമെന്റ് പാസ്സാക്കിയത് എടുത്തു കളഞ്ഞാൽ അതിന് വലിയ സന്തോഷം പറയും. BJPക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും BJP കൊണ്ടുവരുന്ന നിലപാടിന്റെ കോടതി നിലപാടെടുത്താൽ 2 കൈയും നീട്ടി സ്വീകരിക്കും. കോടതിയുടേതായ ഒരു നിലപാടെടുക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്താ, ഈ 371D അനുസരിച്ചിട്ട് പ്രത്യേക സ്റ്റാറ്റസ് ഉള്ള അവിടെ അവരുടേതായ അവർക്ക് റിസർവേഷൻ കൊടുത്തതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പ്രസിഡൻഷ്യൽ ഓർഡറും അതുപോലെ തന്നെ ഭരണഘടനയുടെ ഈ പദവി സ്പെഷ്യൽ പ്രിവിലേജ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല. പക്ഷേ ഈ സംവരണത്തെ സംബന്ധിച്ച് ഒരു പഠനം നടത്തണം, അത് അർഹർക്കാണോ കിട്ടിയിട്ടുള്ളതെന്നാണ് കോടതി ഒബ്സർവേഷൻ വന്നത്. അങ്ങനെ അതാണ് പറഞ്ഞത്. ഇതിന് ഞങ്ങളാരും ഞങ്ങൾ ഈ സാങ്കല്പികമാണോ സംശയങ്ങൾ ഇതില് അദ്ദേഹം ഈ കോൺഗ്രസ് പറഞ്ഞതിനൊക്കെ എൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കരുത്. അത് കോൺഗ്രസ് വേറെ പാർട്ടിയാണ്, എൻ്റെ വേറെ പാർട്ടി, അവർക്ക് അഭിപ്രായമൊക്കെ ഉണ്ടാവും. പക്ഷേ അത് അവരുടെ നേതാക്കന്മാർക്ക് നന്നായിട്ട് അറിയാം ഇത് എങ്ങനെയാണ് ഞങ്ങളും അവരൊക്കെ പെരുമാറുന്നത്. അപ്പോൾ കോൺഗ്രസ് പറഞ്ഞതല്ല, ഭരണഘടനയുടെ ഈ BJP അടക്കമുള്ള പാർലമെൻറ്റിലെ രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിച്ചതാണ്, ഏകകണ്ഠമായി അംഗീകരിച്ചിട്ടാണ് ഈ 10 കൊല്ലത്തെ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. അതിനി ചെയ്യാമല്ലോ. അദ്ദേഹം പറഞ്ഞു അല്ല ചെയ്യില്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത്, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ റിസർവേഷൻ പാറ്റേണിൽ ഒരു മാറ്റവും വരുത്തില്ലെന്ന് അസംഗതമായി പറഞ്ഞു. അത് ഇനി അതിന് മറുപടി അത് സാങ്കല്പികമാണോ? ഞാൻ നേരത്തെ ചോദിച്ചു, കാരണം പല കാര്യങ്ങളും എടുത്തു മാറ്റുന്നു അവിടെ. അതുകൊണ്ടാണ് ഫസൽ ഗഫൂറിനെ പോലെയുള്ളവർ സംശയം പ്രകടിപ്പിക്കുന്നതിന്റെ കോൺടെസ്റ്റ്, ആ കോൺടെസ്റ്റിലാണ് ഈ കോടതിയുടെ പരാമർശം.
സാങ്കല്പികമായ പ്രശ്നങ്ങളല്ല ശ്രീ പത്മകുമാർ. ഞാൻ പറയുന്നത്, നേരത്തെ താങ്കൾ ഫെലോഷിപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ടെലിവിഷൻ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളുണ്ട്. കേരളത്തിലെയും ഇന്ത്യയിലെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് കിട്ടിക്കൊണ്ടിരുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ രാജീവ് ഗാന്ധി ഫെലോഷിപ്പ് മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. മറ്റൊന്ന്, മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കിട്ടുന്ന മൗലാന ആസാദ് ഫെലോഷിപ്പ് മാസങ്ങളായി മുടങ്ങിക്കൊണ്ട് കിടക്കുകയാണ്. കഴിഞ്ഞ ബജറ്റിൽ, കേന്ദ്ര ബജറ്റിൽ മാത്രം ഉന്നത വിദ്യാഭ്യാസത്തിന് UGC CSIR-ന് നൽകിയിട്ടുള്ള ഫണ്ട് അതിന് തൊട്ടുമുമ്പുള്ള വർഷത്തതിനേക്കാൾ വെട്ടിക്കുറച്ചു. ശാസ്ത്ര ഗവേഷണത്തിന് വെട്ടിക്കുറച്ചു. അപ്പോൾ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഉയർന്നു വരാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു. ശ്രീ പത്മകുമാർ, നിഴൽ യുദ്ധമല്ല, അങ്ങക്ക് തെളിവുകൾ നിരത്തി പരിശോധിക്കാം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ JRF ഉള്ള ആളുകൾക്ക് മാത്രമായി ഫെലോഷിപ്പ് നിജപ്പെടുത്തി അതിൻ്റെ തീരുമാനമെടുത്തു. അതിനെതിരായി SFI സമരത്തിലാണ്. കേരളത്തിൽ ഉൾപ്പെടെ നിരവധി ആയിരക്കണക്കിന് കുട്ടികൾ ആശങ്കാകുലരാണ്. യൂണിവേഴ്സിറ്റികളിൽ അതത് സംസ്ഥാന നിയമസഭകൾ അംഗീകരിച്ച് നിയമസഭയിൽ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സർവകലാശാലകളുടെ ഹാരിസ് ബീരാൻ, ഒരു കാര്യം ഞാൻ ഫസൽ കപൂറിലേക്കും വരാം. ഹാരിസ് ബീരാൻ, ഇക്കാര്യം ഇവിടെ കോണ്ടസ്റ്റ് ആണ്, വളരെ പ്രധാനമാണ്. കാരണം ഇന്നത്തെ സാഹചര്യങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പോൾ പല എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തന്നെ ദില്ലിയിൽ പോലീസിൻ്റെ ഇടപെടലൊക്കെ തന്നെ കണ്ടു. ഇങ്ങനെ പല ഘടകങ്ങൾ രാജ്യത്തിലൂടെ അല്ലെങ്കിൽ അരക്ഷിതമെന്ന് പറയുന്ന തരത്തിൽ മാധ്യമങ്ങൾ ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന തരത്തിൽ പല ഘടകങ്ങളും മുന്നോട്ട് പോകുമ്പോഴാണ് കോടതിയുടെ ഈ ഒരു പരാമർശം. അത് ലാഘവത്തോടു കൂടി നമുക്ക് കളയാൻ കഴിയുമോ? സുപ്രീം കോടതിയുടേതാണ് അന്തിമ വിധി പ്രതീക്ഷിക്കുന്ന ഒരു എല്ലാവരും അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി പോകുന്ന ഔന്നത്യത്തോടു കൂടി കാണുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ നിന്നും ഇങ്ങനെ ഒരു നിരീക്ഷണമോ അല്ലെങ്കിൽ കാഷ്വൽ ടോക്കോ വരാൻ പാടുള്ളതായിരുന്നുവോ? അല്ല, വരാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കോടതി എന്നല്ല, ഇപ്പോൾ സർക്കാരിന്, ഇപ്പോൾ BJPയുടെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും ഏത് സർക്കാരിന് പോലും മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഭരണഘടനയുടെ 2 പ്രൊവിഷൻസ് ഞാനൊന്ന് പറയാം. കാരണം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉള്ള റിസർവേഷൻ സംവരണത്തെ സംബന്ധിച്ചുള്ള ഒരു ആശങ്കയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന 2 അനുച്ഛേദങ്ങളാണ്. ഒന്ന് 15(4)ഉം 2 15(5)ഉം. 15(4) എന്ന് പറയുന്നത് 1951 ആദ്യത്തെ ഭരണഘടനാ ഭേദഗതിയായിട്ട് വന്നതാണ്. അതൊരു ബ്ലാങ്കറ്റ് പ്രൊവിഷനാണ്. സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനലി ബാക്ക്വേർഡ് ക്ലാസ്സിനും അതുപോലെ തന്നെ ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബ്സിനും അവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്തും ചെയ്യാമെന്നുള്ള ഒരു ബ്ലാങ്കറ്റ് പ്രൊവിഷനാണ്. ആ പ്രൊവിഷൻ്റെ അനുസരിച്ചിട്ടായിരുന്നു ഇതുവരെയായിട്ടും സംവരണം ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം 2005 92-ാം ഭരണഘടനാ ഭേദഗതി, 93-ാം ഭരണഘടനാ ഭേദഗതി, ആ ഭേദഗതി വന്ന് 2005-ലാണ്. അതിനകത്താണ് വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസമായിട്ടുള്ള കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനലി ബാക്ക്വേർഡ് ക്ലാസ്സിനും അതുപോലെ തന്നെ ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബ്സിനും വേണ്ടിയിട്ട് സംവരണം കൊടുക്കാമെന്നുള്ളത്. അതിനകത്ത് വിദ്യാഭ്യാസം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് ഉന്നത വിദ്യാഭ്യാസമെന്നോ അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാഭ്യാസമോ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ വിദ്യാഭ്യാസമെന്ന് മാത്രം പറഞ്ഞിരിക്കുന്ന ആ സാഹചര്യത്തിൽ പലരും കോടതിയിൽ പോയി ഇത് ഉന്നത വിദ്യാഭ്യാസത്തിന് സംവരണം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതൊരു ഡോക്ടർ പ്രീതി ശ്രീവാസ്തവ എന്നുള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധിയാണ്, ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്. ആ വിധിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾക്കുള്ള സംവരണം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഭരണഘടനയിൽ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്, ഭരണഘടനയിൽ ഇത് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ പോലും സംവരണം കൊടുക്കാം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാരണങ്ങളെല്ലാം വെച്ചിട്ട് തന്നെ ഇപ്പൊ കോടതിക്കെന്നല്ല ഒരു സർക്കാരിന് പോലും ഈ ഭരണഘടനയിൽ ഇത് ഉള്ളിടത്തോളം കാലം ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അനുച്ഛേദങ്ങൾ ഉള്ള സ്ഥിതിക്ക് നാളെ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ സാങ്കല്പികം അല്ലെങ്കിൽ അത്ര ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് താങ്കളുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഫസൽ ഗഫൂറിന്റെ ആശങ്കയിലേക്കും അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിലേക്കും മടങ്ങിയെത്താം. ശ്രീ ഫസൽ ഗഫൂർ, ഇവിടെ ഹാരിസ് ബീരാൻ ചൂണ്ടിക്കാട്ടിയല്ലോ, കാരണം സമാനമായ സംഭവങ്ങളിൽ ചില കേസുകളുമായി സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിലെ കേസുകളുമായി സമീപിച്ചപ്പോഴൊക്കെ തന്നെ കോടതി അക്കാര്യത്തിൽ പറഞ്ഞ കാര്യം, കാരണം വളരെ പ്രബുദ്ധമായ അല്ലെങ്കിൽ കാമ്പുള്ള അനുച്ഛേദങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ടൊരു കാഷ്വൽ ടോക്കിൻ്റെ അല്ലെങ്കിൽ അത് പറഞ്ഞാലോ ഒന്നും സ്വാധീനിക്കപ്പെടുന്ന ഒരു സാഹചര്യവുമില്ല. പക്ഷേ ഇവിടെ ഇപ്പോഴും നമ്മുടെ ആശയക്കുഴപ്പം, കാഷ്വൽ ടോക്ക് എങ്ങനെ വന്നു, അത് ഏത് രീതിയിലാണ്, അത് ഇപ്പോഴും നിലനിൽക്കുകയല്ലേ? ഒന്നുമല്ല, ജവഹർലാൽ നെഹ്റു അടക്കം അതിന് കുറ്റക്കാരനാണ്. കാക്ക കേലേക്കർ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ വെച്ചു കേന്ദ്ര ഗവൺമെൻറ് 50കളിൽ. അത് OBC സംവരണത്തിന് റെക്കമെൻഡ് ചെയ്തപ്പോൾ ജവഹർലാൽ നെഹ്റു എടുത്ത് അത് പൂത്തി വെച്ചു.
അതേമാതിരി തന്നെ ഞാനിപ്പോൾ പത്മകുമാറിനെ അനുകൂലിക്കാൻ പോവാം ഈ വിഷയത്തിൽ. നമ്മുടെ 79 ജനതാ പാർട്ടി മൊറാർജി ദേശായി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് മണ്ഡൽ കമ്മീഷൻ നിയമിച്ചത്. മണ്ഡൽ കമ്മീഷൻ നിയമിച്ചപ്പോൾ BJP ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അവരാണ് സംവരണത്തിന് വേണ്ടി CPM അനുകൂലിച്ചിരുന്ന ഒരു ഗവൺമെൻറ്റാണ്, മനസ്സിലല്ലേ? ആ ഗവൺമെൻറ്റാണ് പക്ഷേ ഇന്ദിരാഗാന്ധി 10 കൊല്ലം അത് പൂത്തിവെച്ചു. ഇന്ദിരാഗാന്ധി 10 കൊല്ലം പൂത്തിവെച്ചു. അപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ കടന്ന് KSU ഒച്ചുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഇന്ന് KSUവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ട്. അവരിപ്പോൾ അധികാരത്തിലിരുന്നപ്പോൾ അവരൊരിക്കലും ഈ സംവരണത്തിന് അനുകൂലമല്ലായിരുന്നു. അതിനെക്കാട്ടും ഭേദം BJP അക്കാര്യത്തിൽ. അപ്പോൾ അതാണ് അതിൻ്റെ. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താ കിടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇനി വേറെ രസകരമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ഇതിപ്പോൾ TV ആയതുകൊണ്ട് ഞാൻ പറയാണ്, ഈ കേസിന് ആധാരം ഏത് കേസാണെന്നറിയോ? 1988 ഫസൽ ഗഫൂർ എന്നൊരു വിദ്യാർത്ഥി DMന് സീറ്റ് കിട്ടാതായപ്പോൾ ആന്ധ്ര തമിഴ്നാട് ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടൊരു കേസ് കൊടുത്തു. ആ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംവരണം പാടില്ല ഓൺ ദ ബേസിസ് ഓഫ് ഡൊമിസൈൽ. ആ ഫസൽ ഗഫൂർ ഞാനാണ്. ഫസൽ ഗഫൂർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് ദ സ്റ്റേറ്റ്സ് ഓഫ് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ആൻഡ് കേരള എന്നാണ്. ആ ജഡ്ജ്മെൻറ്റിനെ ആധാരമാക്കിയിട്ടാണ് ബാക്കിയുള്ള സകല ജഡ്ജ്മെൻറ്റ് നടന്നിട്ടുള്ളത്. അന്ന് ഞാൻ വാദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഹയർ സ്പെഷ്യാലിറ്റീസ് ഇന്ത്യയിൽ ഇല്ലായിരുന്നെന്ന്. അന്ന് ആകെ DMന് ഇന്ത്യയിൽ 24 സീറ്റേ ഉള്ളൂ, ആകെ 6 സംസ്ഥാനത്തുള്ളൂ. അപ്പോൾ സംസ്ഥാന ബേസിസിൽ എടുക്കാൻ പാടില്ല എന്ന് ഞാൻ കൊടുത്ത കേസാണ് ഇന്നും ലാൻഡ്മാർക്ക് കേസായിട്ട് ഹാരിസ് വീരാൻ അവിടെ ഉണ്ടല്ലോ റെഫർ ചെയ്തിട്ട് ആ മാറ്ററിനെ പറ്റിയിട്ട്. പക്ഷേ അത് കൂട്ടിക്കുഴച്ചിട്ട് അതും ജാതി സംവരണവുമായിട്ട് കൂട്ടിക്കുഴക്കുക ശരിയല്ല. അവിടെയാണ് ആ ജഡ്ജ് ചെയ്തത്. അതാണ് എനിക്ക് ഇത്ര ദേഷ്യം പിടിച്ചിരിക്കുന്നത്. ഞാൻ കൊടുത്ത കേസ് വേറെ ഒന്നാണ്, ഇപ്പോൾ ജഡ്ജ് പറയുന്നത് വേറെ കാര്യമാണ്. നമ്മൾ ഡൊമിസിലി ഇതിനെ പറ്റിയിട്ടാണ്, അതായത് ഒരു സ്റ്റേറ്റിൽ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ, അവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ പഠിക്കാൻ പാടുള്ളൂ എന്ന വാദത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിന് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം അധികം കുഴക്കാൻ പറ്റുകയില്ല. കാരണം ചില ഘട്ടങ്ങളിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടി ന്യായപൂർവ്വം പെരുമാറുകയും കോൺഗ്രസ് അന്യായപൂർവ്വം പെരുമാറിയിട്ടുണ്ട് സംവരണ കാര്യത്തിൽ. എന്തായാലും ഘടകങ്ങൾ എന്തായാലും താങ്കൾക്ക് അനുകൂലമായ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ കാതലായ വിഷയം ഇപ്പോഴും സംശയത്തിൽ നിൽക്കുകയാണ്. ഞാൻ പറയാം, താങ്കളിലേക്ക് എത്താം. ശ്രീ CP, ഇവിടെ എന്തായാലും സംവരണത്തിൽ ആശയക്കുഴപ്പം ആകപ്പാടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും പൂർണ്ണമായി അത് എത്തപ്പെടുന്നില്ല. ഇതിലൊരു പുനഃപരിശോധന വേണം. അത് ന്യായമാണെങ്കിൽ അത് ഉൾക്കൊള്ളാമല്ലോ. കാരണം മോഹൻ ഭഗവതോ അല്ലെങ്കിൽ BJP മുന്നോട്ട് വയ്ക്കുന്നത് ന്യായമാണെങ്കിൽ അത് പുനഃപരിശോധിക്കുക. പിന്നെ അതിൻ്റെ ഏകീകരണം ഏത് രീതിയിൽ മാനദണ്ഡങ്ങൾ വരേണ്ടത്, അത് നിങ്ങൾക്കൊക്കെ പല രാഷ്ട്രീയർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണും. ഇപ്പോഴും സംവരണ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. അല്ലെ, ചില സംവരണ വിഷയത്തിൽ ഒരു കാര്യം അത് സുപ്രീം കോടതി പറഞ്ഞിട്ട് പാർട്ടികൾക്കൊക്കെ അറിയാം. സാമ്പത്തിക സംവരണം അതല്ല, ഭരണഘടന പറയുന്നത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും തുല്യരാവണം. പക്ഷേ ഇന്ന് തുല്യരാവാൻ വഴിയില്ല. കാരണം അവരുടെ ഇടയിൽ പലതരത്തിലുള്ള അസമത്വങ്ങളുണ്ട്. ഈ അസമത്വങ്ങൾ ഇല്ലാതാക്കുന്നതിൻ്റെ ഒരു ഘടകമായിട്ടാണ് സംവരണം ഏർപ്പെടുത്തിയത്. അത് ആദ്യം പട്ടികജാതി പട്ടികവർഗത്തിന് വന്നുവെങ്കിൽ ഇവിടെ ഫസൽ ഗഫൂരൊക്കെ പറഞ്ഞല്ലോ, അത് നേരത്തെ പത്മകുമാരൻ പറയുണ്ടായി, അത് ജനതാ പാർട്ടി ഗവൺമെൻറ് കാലത്ത് വന്നു. അങ്ങനെ അത് പിന്നീട് VP സിംഗ് ഗവൺമെൻറ് നടപ്പാക്കി. ഈ രണ്ട് OBCയുടെ സംവരണവും മറ്റേ സംവരണവും, ഈ സംവരണം ഫലപ്രദമായി നടപ്പാക്കുന്നതിന് ഇടക്കാലത്ത് റിവ്യൂ ചെയ്യണം, അതും പറയുന്നുണ്ട്. പക്ഷെ അത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ വന്ന പ്രശ്നം എന്താ? ഒന്ന്, സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ആളുകൾക്കുള്ളൊരു ഇത്. രണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഗവൺമെൻറ്റിൽ ആര് പറഞ്ഞൊന്നുമില്ല, പ്രതിപക്ഷം പറഞ്ഞിട്ടല്ല ഈ കൺഫ്യൂഷൻ ഉണ്ടായത്, ഭരണപക്ഷത്തു നിന്ന് തന്നെയാണ്. അവരത് ഇല്ല എന്ന് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ പ്രധാനമന്ത്രി പറഞ്ഞത് ഭരണഘടനാദത്തമായ സംവരണത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. OBCയിൽ ഓർഡർ ഇറക്കാവുന്ന സംവരണം അത് തൊടില്ല എന്ന് ബീഹാർ പോയപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതാണ് വൈരുദ്ധ്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല ഇക്കാര്യത്തിൽ ഇവിടെ അല്ല, അതിന്റെ അർത്ഥം അദ്ദേഹം ചെയ്യുമെന്നല്ല. സംശയത്തിന് കാരണം അവിടെ പ്രധാനമന്ത്രി മോഹൻ ഭഗവത്തും ഒക്കെ നിരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷം പറഞ്ഞു തിരിച്ചെടുത്തു അല്ലെ സാഹചര്യം. അത് സാഹചര്യം അതിനുശേഷം അനുബന്ധമായി കോടതിയുടെ ഈ ഒരു നിരീക്ഷണം സ്വാഭാവികമായി സംശയിക്കുക. അസ്വാഭാവികത പറയാനാണെങ്കിൽ പല ഘടകങ്ങൾ നിരത്താനുണ്ട്. ഇതിൽ അസ്വാഭാവികത ഇല്ല എന്ന് പറയാനാണെങ്കിൽ ചേർത്ത് വെക്കാവുന്ന ഒട്ടേറെ രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു MP ഭരണഘടനയെ സത്യപ്രതിജ്ഞ ചെയ്ത ആൾ ഒരിക്കലും കോടതിയിലെ ജഡ്ജിയും വേറെ ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതാവും തമ്മിൽ ബന്ധമുണ്ട് ആ രീതിയിൽ അങ്ങനെ സംശയിക്കാൻ പാടില്ല. നിങ്ങൾ ആ രീതിയിലാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നോൺ പൊളിറ്റിക്കൽ ഒരു കമ്മിറ്റിയോ വേണം. ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറയാം. ആൾ വീക്കർ സെക്ഷൻ ഓഫ് സൊസൈറ്റി ഗെറ്റ് റിസർവേഷൻ ഓഫ് ബെനിഫിറ്റ് വാസ് ദി ആസ്പിറേഷൻ ഓഫ് ദി മേക്കേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിലെവിടെയെങ്കിലും അത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ട് പിന്നീട് ബെനിഫിറ്റ് ഓഫ് റിസർവേഷൻ മസ്റ്റ് ബി അവൈലബിൾ ആൾ
ഡിഡ് നോട്ട് കാൾ ഫോർ റിവോക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഓർഗനൈസർ വന്നിട്ടുണ്ട്, ഞങ്ങളാരും ഇതിന് എതിരല്ല, ഇത് ഞങ്ങളെ എതിരാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ റിസർവേഷൻ ജോലിയുടെ കാര്യങ്ങൾ ഇരുന്നോട്ടെ. കേരളത്തിൽ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു നിയമം അടിയന്തരാവസ്ഥ കാലത്ത് ആക്കിയിട്ടുണ്ട്. അവർക്ക് അന്യാധീനപ്പെട്ടു പോയ ഭൂമി തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിൾ സെക്ഷൻ 3 പറയുന്നത് സെർട്ടൻ ട്രാൻസ്ഫർ ടു ബി ഇൻവാലിഡ് എന്നാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഐകകണ്ഠേന പാസ്സാക്കി. നയനാർ വന്നപ്പോൾ എന്താ ഇവരെല്ലാവരും കൂടെ ചെയ്തത്? വാലിഡേഷൻ ഓഫ് സെർട്ടൺ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് ആ ആക്ടിനെ എൻ്റർ ഇല്ലാതാക്കി ആദിവാസികളെ ഭൂമി നഷ്ടപ്പെടുത്തിയവരാണ്. അല്ല പറയട്ടെ, സുപ്രീം കോടതി വയനാട്ടിൽ ഉള്ള വിധിച്ച ആദിവാസികൾക്ക് കൊടുക്കാൻ ഭൂമി, പിന്നീട് ഏറ്റവും തമാശയുള്ളത് വയനാട്ടിലെ ജില്ലാ കോടതി സുപ്രീം കോടതി വിധി അവരെ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു. അതിന്റെ ഫലമായിട്ടാണ് തുടർചലനങ്ങൾ എന്തായാലും നിരീക്ഷണമായാലും കാഷ്വൽ ടോക്കായാലും അതിന്റെ തുടർചലനങ്ങൾ ഉണ്ടാകുമോ? ഇന്നത്തെ കോൺടെസ്റ്റിലെ അവസാന ഘട്ടത്തിലേക്ക് ചർച്ചയിലേക്ക് പോകണം. ശ്രീ ഫസൽ ഗഫൂർ, എന്തായാലും 88-ലെ വിധി അടക്കം ഇന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 88-ലെ അന്നത്തെ വിധി എന്തായാലും ഇന്ന് സുപ്രീം കോടതി മുൻപ് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ കൂടി അവിടെ പരാമർശിച്ചിട്ടുണ്ട് ഇന്നത്തെ നിരീക്ഷണത്തിൽ. അതുകൊണ്ട് തന്നെ എന്തായാലും ഇതിൻ്റെ ഏതെങ്കിലും തരത്തിൽ സ്റ്റേറ്റിലെ പല ഘടകങ്ങളെയും സ്വാധീനിക്കുമോ? നമുക്കിനി അവസാനമായി ഇതിൻ്റെ ആശങ്ക, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഹാരിസ് ബീരാൻ പറഞ്ഞതുപോലെ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. പക്ഷേ പുറത്തെന്തായാലും ഈ സംവരണ വിഷയത്തിൽ ഒരു പൊതുതത്വം എന്തായാലും ഒരു പുനഃപരിശോധനയുടെ പല സാഹചര്യങ്ങളും വന്നു ചേർന്നിരിക്കുന്ന ഒരു സമയമാണ്. പല സംശയങ്ങൾ എന്തായാലും പൂർണ്ണാർത്ഥത്തിൽ അത് മെറിറ്റിലേക്ക് അടക്കം പോകാത്ത ഒരു സാഹചര്യം. ഇതൊക്കെ കൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇക്കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത തരത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്? അതോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ആശയക്കുഴപ്പത്തിലേക്ക് ഇന്നത്തെ കാഷ്വൽ ടോക്ക് ആണെങ്കിൽ കൂടിയും പല ആശയക്കുഴപ്പത്തിലേക്കും പല സംസ്ഥാനങ്ങളിലും ഇത് ഇടവയ്ക്കും എന്നാണോ കരുതേണ്ടത്? നമ്മൾ വലിയ കമ്മീഷനൊന്നും പോകേണ്ട ആവശ്യമില്ല. കേന്ദ്ര ഗവൺമെൻറ് റെക്കോർഡുകൾ പരിശോധിച്ചാൽ അറിയാം, ഇന്ത്യയിലെ 54% വരുന്ന OBCകളും ഇന്ത്യയിലെ 14% വരുന്ന മുസ്ലിം അടക്കമുള്ള ന്യൂനപക്ഷങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ എത്രയാണ് ശതമാനം? 6% OBC ഉണ്ട് ഗവൺമെൻറ് സർവീസിൽ, സെൻട്രൽ ഗവൺമെൻറ് സർവീസിൽ 6 തൊട്ട് 8% വരെ. മുസ്ലിമുകൾ 2 തൊട്ട് 3% വരെ ഉണ്ട്. പിന്നെ എന്താ ഇവിടെ പരിശോധിക്കാനിരിക്കുന്നത്? പിന്നെ വേണമെച്ചാൽ നമുക്കൊരു പരിശോധന നടത്താം. എന്താണ് ആ പരിശോധന എന്ന് ഞാൻ പറഞ്ഞുതരാം. കേരളം മാതിരിയുള്ള സംസ്ഥാനങ്ങളിൽ മുന്നോക്ക സമുദായങ്ങളിൽപ്പെട്ടവർ പുറകോട്ട് പോയിരിക്കുകയാണ്. അവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ നായർ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ കംപ്ലയിൻറ്റ്, പ്രത്യേകിച്ച് ആർ ബാലകൃഷ്ണ പിള്ളയുടെ മറ്റ ആൾക്കാർ പറയുന്നത് അവർ വളരെ പിന്നോക്കം തള്ളപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മുന്നോക്ക കമ്മീഷൻ ഉണ്ടല്ലോ, പുതിയതായിട്ട് ഗവൺമെൻറ് നിയമിച്ചാണല്ലോ മുന്നോക്ക കമ്മീഷൻ. ഒരു കമ്മിറ്റി ഏർപ്പെടുത്തട്ടെ, അവരിത് കണ്ടുപിടിക്കട്ടെ എത്രത്തോളം പിന്നോക്കം പോയിരിക്കുകയാണ് മുന്നോക്ക സമുദായങ്ങളിൽ. പക്ഷേ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, പിന്നോക്ക സമുദായങ്ങൾ വല്ലാതെ മുന്നോട്ട് പോയി എന്നുള്ളത് ഒരു കമ്മീഷനും കാണിക്കുന്നില്ല. രംഗനാഥ് മിശ്ര കമ്മീഷൻ കാണിച്ചിട്ടില്ല, മണ്ഡൽ കമ്മീഷൻ കാണിച്ചിട്ടില്ല, സച്ചാർ കമ്മീഷൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അതെല്ലാം നിലനിൽക്കുമ്പോൾ വെറുതെ ഒരു കമ്മീഷൻ ഓൾ ഇന്ത്യ ലെവലിൽ വെക്കുന്നതിന് എന്താർത്ഥം? ജസ്റ്റ് ടു ടേക്ക് ദ സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റേറ്റ് വൈസ് യു കൻ ടേക്ക് സ്റ്റാറ്റിസ്റ്റിക്സ്. രാജസ്ഥാനിലെ സ്ഥിതി ഞാൻ പറഞ്ഞിടത്ത്, രാജസ്ഥാനിലെ OBCകളുടെ സ്ഥിതി പരിതാപകരമാണ്. അതിന് ഞാൻ വെറുതെ രാഷ്ട്രീയം സംസാരിക്കുന്ന ആളല്ല, ഞാൻ പത്മകുമാറിനെ കുറ്റം പറയില്ല. അവിടെ ഏറെ കാലം കോൺഗ്രസ് മുഖ്യമന്ത്രി മോഹൻലാൽ, സുഖാദ്യ തൊട്ടിട്ട് അശോക് ഗെഹ്ലോട്ട് വരെ മുഖ്യമന്ത്രിമാരെ ഇരുന്നിരുന്നല്ലേ. അവിടെ OBCകൾ 5% സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസിലുള്ളത്. അപ്പോൾ ആ നിലക്ക് ഞാൻ പറയുന്നത് ഇവിടെ കമ്മീഷനുകളുടെ ആവശ്യമില്ല, ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. വേണമെങ്കിൽ നമുക്ക് കേരളത്തിൽ മുന്നോക്ക സമുദായങ്ങളുടെ സ്ഥിതി പഠിക്കാനായിട്ട് ഒരു കമ്മീഷൻ ഏർപ്പെടുത്താം എന്നാണ് എൻ്റെ ഫൈനൽ അഭിപ്രായം. യെസ്, അവസാനമായി ശ്രീ ഹാരിസ് ബീരാൻ, ഇവിടെ എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഇക്കാര്യത്തിൽ വ്യക്തമായൊരു നിലപാടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇന്നത്തെ പരാമർശം ഉദാഹരിക്കപ്പെടുമോ? നാളെ ഒരുപക്ഷെ പലരും സംശയിക്കപ്പെടുന്ന രീതിയിൽ ആരെങ്കിലും? സുപ്രീം കോടതിക്ക് ഇതുപോലത്തെ പരാമർശം മാത്രമേ ഇങ്ങനത്തെ കേസിൽ നടത്താൻ പറ്റുകയുള്ളൂ. കാരണം ഒന്ന്, ഈ ഭരണഘടനയിൽ ഒന്നില്ലെങ്കിൽ പാർലമെന്റിൽ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിട്ട് ഈ 15(4)ഉം 15(5)ഉം ഇല്ലാതാക്കണം. അത് ഭരണഘടനാ ഭേദഗതിയോട് ഇല്ലാതെയാക്കണം. അത് ഇന്നത്തെ അവസ്ഥയിൽ എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തന്നെയല്ല, ഇപ്പൊ ബി ജെ പി സർക്കാർ തന്നെ പറയുന്നത് അത് അവർ നിലനിർത്തുമെന്നുള്ളതാണ്. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം,
പിന്നീട് ഇത് മാറ്റാനുള്ള വേറൊരു ഒരു ഉപാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ബേസിക് സ്ട്രക്ചറിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പെറ്റീഷൻ വരണം. ആ പെറ്റീഷൻ വന്നിട്ട് സുപ്രീം കോടതി ഇപ്പോൾ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ ഇല്ലാതാക്കിയതുപോലെ അതിന്റെ ഭരണഘടനാ ഭേദഗതി ഇല്ലാതാക്കിയതുപോലെ ഈ ഭരണഘടനാ BJP മുന്നോട്ട് വയ്ക്കുന്ന ചർച്ചകൾക്ക് ഇതൊരു ഉദാഹരണമായി അല്ലെങ്കിൽ ഒരു വഴിമരുന്നായി ഉപയോഗിക്കപ്പെടുമോ? ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ചെറിയൊരു ശതമാനമാണെങ്കിൽ കൂടി അത് ഒരു കാര്യവുമില്ല. അത് ഏത് രീതിയിൽ ഉപയോഗിച്ചാൽ പോലും ഒരു കാര്യമില്ലെന്ന് ഞാൻ പറയുന്നത്. കാരണം ഈ ഒന്നില്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി വേണം, അല്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ ഇത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യണം. രണ്ടിനുമുള്ള ഒരു സ്കോപ്പ് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് നിലനിൽക്കുന്നില്ല. യെസ്, അവസാനം ശ്രീ പി നാരായണൻ, എന്തായാലും ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമല്ല. എന്തായാലും നേരത്തെ ഹാരിസ് ബീരാൻ അടക്കം സൂചിപ്പിച്ചതുപോലെ പ്രബലമായൊരു ഭരണഘടനാ സംവിധാനമുണ്ട്. പക്ഷേ എന്നാലും താങ്കൾ ഉയർത്തിയതുപോലെ എന്തിന് ഒരു കാഷ്വൽ ടോക്ക് നടത്തി, അതൊക്കെ തന്നെ സംശയമാണ്. അത് ഞാൻ ഒരു കാര്യം കൂടി പറയും, പത്മകുമാർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പത്മകുമാറിനല്ല, സുപ്രീം കോടതിയിൽ അത് വളരെ പക്ഷപാതപരമാണ്. നിങ്ങൾ മൊത്തം അത് വന്ന കാലം മുതൽ ഇതേവരെയുള്ള ജഡ്ജിമാരുടെ സമുദായ പ്രാതിനിധ്യം നോക്കിയാൽ പിന്നോക്കക്കാർ, സ്ത്രീകൾ, ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ വളരെ കുറവാണ്. ചില അഭിപ്രായങ്ങൾക്കാണ് അവിടെ മുൻതൂക്കം. അത്തരത്തിലുള്ള മുൻതൂക്കമാണ് അറിയാതെ തന്നെ ഇവർക്ക് പല നിയന്ത്രണങ്ങളും ഉണ്ടാവേണ്ടതാണ്. ആ നിയന്ത്രണങ്ങളെയൊക്കെ പിടിവിട്ട് ഇവരുടെ പലരുടെയും, എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല, പലരുടെയും ഒബ്സർവേഷനായിട്ട് വരുന്നത്. ഇപ്പോൾ ഭരണഘടന ഈ NJAC പറ്റിയിട്ട് അല്ലേ, അവരുടെ അതിനെപ്പറ്റി വന്നിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ആ വിധി വന്ന ശേഷം അദ്ദേഹം 2 ദിവസം കഴിഞ്ഞപ്പോൾ പറയുണ്ടായി, ഞാനൊരു ഏറ്റുമുട്ടലില്ല. അതായത് അവർ ഏറ്റുമുട്ടലാണെന്നുള്ള ഒരു പ്രതീതി ആ വിധിയിലൂടെ സൃഷ്ടിച്ചു. അപ്പം അതേപോലെ ഇത് ഈ സംവരണത്തിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതിക്ക് ഒരു പക്ഷപാതപരമായ നിലപാടുണ്ടോ സമരണത്തെ സംബന്ധിച്ച് യാതൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല. പക്ഷെ ആശങ്കപ്പെടുത്തേണ്ട ആവശ്യം ചിലർക്കുണ്ട്, അത് മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നു. ഷിജുഖാൻ, അവസാനമായി എന്തായാലും നിങ്ങൾ ഫെലോഷിപ്പിന്റെ കാര്യത്തിലൊക്കെ തന്നെ സമരമായി മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കി ഇത് സ്വാധീനിക്കപ്പെടുമോ ഇല്ലേ? തീർച്ചയായും നമ്മുടെ രാജ്യത്തെ അധസ്ഥിത ജനവിഭാഗങ്ങളോട്, ദളിതരോട്, ആദിവാസികളോട്, പിന്നോക്ക മതന്യൂനപക്ഷങ്ങളോട് അവരെ എങ്ങനെയാണ് ഈ ഗവൺമെൻറ് രാജ്യത്തെ BJP കാണുന്നതെന്ന് കേന്ദ്രമന്ത്രി ശ്രീ VK സിംഗിൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉദ്ധരിക്കുന്നില്ല. രണ്ടാമത്തേത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ വിദ്യാഭ്യാസം എത്തപ്പെടുമ്പോഴാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിക്കുന്നത്. 3, സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ നേരിടുന്ന, സാമൂഹികമായി മുന്നോക്ക സമുദായങ്ങളിൽപ്പെടുന്ന കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള പ്രാതിനിധ്യവും അവർക്ക് ആവശ്യമായിട്ടുള്ള പരിഗണനയും കൊടുക്കണം. നിലവിൽ സംവരണ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വേണ്ടി ആ സംവരണം നിലനിർത്തുകയാണ് അനിവാര്യമായി. ഇന്നത്തെ പരാമർശമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിച്ചത്. സംവരണം എന്ന ഉന്നത വിദ്യാഭ്യാസ നിലവാര തകർച്ചയ്ക്ക് കാരണമാകരുത്, സംവരണം ഒഴിവാക്കണമെന്ന സുപ്രീം കോടതിയുടെ കാഷ്വൽ ടോക്ക് ഇന്നത്തെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന സാഹചര്യം. ഒപ്പം തന്നെ പ്രബുദ്ധമായ ഭരണഘടനാ സംവിധാനത്തിൽ ഇത് ഒരു തരത്തിലും തുടർചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നും മറുവാദഗതികൾ നിയമവിദഗ്ധരടക്കം ദില്ലിയിൽ നിന്നും ചൂണ്ടിക്കാട്ടി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.